നമുക്കിന്ന് കരിമീൻ ഫ്രൈ ഒന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില ഇത്രയൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് മുഴുവനായിട്ടാണ് ഉള്ളതെങ്കിൽ ഈ സമയത്ത് അതിൻ്റെ കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് പൊടികളായിട്ട് മുളക് പൊടി, പെരുംജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി നന്നായിട്ടൊന്ന് വരഞ്ഞു വെച്ചിരിക്കുന്നത് കരിമീൻ എടുത്ത് ഓരോന്നായിട്ട് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. ഈ വരഞ്ഞതിലൊക്കെ നല്ല രീതിയിൽ തന്നെ മസാല ആകുന്ന രീതിയിൽ വേണം പുരട്ടി വെക്കാനായിട്ട്. ഇനി 1 മണിക്കൂർ ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു പാൻ എടുത്ത് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ കരിമീൻ പുരട്ടി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് പുറത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കരിമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്